കല്ല് റോസ അല്ലെങ്കിൽ കമേലിയ ചെടി. കല്ല് റോസ എന്ന് വിളിക്കുന്നത് തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് റോസയോട് നല്ല സാമ്യമുള്ളതുകൊണ്ടും ഒരുപാട് ദിവസം വാടാതെ പൊഴിയാതെ ഇങ്ങനെ നല്ല കല്ല് പോലെ നിൽക്കുന്നത് കൊണ്ടുമാണ്. അടയ്ക്കൊക്കെ ഉണ്ടായി വരുന്ന അത്രയും വലിപ്പത്തിലാണ് ഇതിൻ്റെ മുട്ടുകൾ ഉണ്ടാവുന്നത്. മുട്ടുകൾ വിരിഞ്ഞു വരാൻ തന്നെ ദിവസങ്ങളെടുക്കും. വിരിഞ്ഞു വന്നാൽ അത് പൊഴിഞ്ഞു പോകാനും കരിഞ്ഞു പോകാനും ഒക്കെ ഒരുപാട് ദിവസങ്ങളെടുക്കുന്ന ചെടിയാണ്. ഇതിന് പ്രൂണിങ് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ഗ്രോത്ത് ആവാൻ തന്നെ നല്ല സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രൂൺ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടുകളൊക്കെ അല്ലെങ്കിൽ പൂക്കളുണ്ടായി പൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ ആ ക്യാപ്പ് മാത്രം നിൽക്കുമല്ലോ, അതിൽ നിന്ന് കുറച്ച് താഴ്ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അവിടുന്ന് തളിർപ്പുകളും വന്നോളും. ഈ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് വയ്ക്കരുത് കേട്ടോ. അതത്ര നല്ലതല്ല ചെടികൾക്ക്. മറ്റുള്ള ക്ലൈമറ്റിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും മറ്റുള്ള രാജ്യങ്ങളിൽ. പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ വെയിലത്തിരുന്ന് ഇതത്ര നന്നായിട്ട് വളരില്ല. അപ്പോൾ തണലുള്ള സ്ഥലത്ത് പ്ലാന്റ് വെച്ച് കൊടുക്കുക. മഴവെള്ളം പോട്ടിംഗ് മിക്സിൽ വീഴാതെ ശ്രദ്ധിക്കുക. മഴവെള്ളം പോട്ടിംഗ് മിക്സിൽ വീണ് കഴിയുമ്പോൾ മണ്ണിലുള്ള pH വാല്യൂ മാറും. pH വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവാതെ മുട്ടുകൾ പൊഴിഞ്ഞു പോയി പ്ലാന്റ് ഗ്രോത്ത് ഇല്ലാതെ നിൽക്കും. പ്ലാന്റ് നടുന്ന പോട്ടി മിക്സിൽ കൂടുതലായിട്ടും കൊക്കോപീറ്റ് ആഡ് ചെയ്യാനും നല്ല കമ്പോസ്റ്റ് മിശ്രിതം ആഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. മണ്ണ് വളരെ കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ ഇതിൻ്റെ pH വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ pH വാല്യൂ ഡിറ്റക്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് നോക്കുന്നതും വളരെ നല്ലതാണ്. കമേലിയ ചെടികൾക്ക് കെയറിങ് വളരെ കുറവ് മാത്രം മതി. എന്നാൽ ഒത്തിരി ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ വെയിൽ കൊള്ളിക്കാതെ വെക്കുകയും ചെയ്യണം. ഒരു പ്ലാന്റ് വാങ്ങി നട്ടാൽ കാലാകാലത്തോളം ഇതിങ്ങനെ തന്നെ നിന്നോളും. പക്ഷേ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കരിയും, ഉണങ്ങും, അങ്ങനെ പ്ലാന്റ് നാശമായി പോകും. പലരുടെയും പ്ലാന്റ് അങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ പ്ലാന്റിൽ ഉണ്ടാവുന്ന മുട്ടുകൾ വിരിയാതെ തന്നെ പൊഴിഞ്ഞു പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കമേലിയ ചെടിയുടെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഓഫർ റേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വലിയ കമേലിയ ചെടിയുണ്ടോ, നല്ല ബുഷ് വന്നിട്ടുള്ള ചെടിയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വലിയ ചെടികൾക്ക് നമുക്ക് 3000 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അത്രയും റേറ്റിൽ വാങ്ങാൻ പറ്റാത്തവർക്ക് ഇത്രയും ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരും. ഇതിൻ്റെ കളർ അറിയില്ല കേട്ടോ. ലൈറ്റ് റോസും ഡാർക്ക് റോസും റെഡും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്ലാന്റ് വാങ്ങിയാൽ മതി. കാരണം കളർ നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നില്ല. ഇത്രയും ബുഷുള്ള പ്ലാന്റിന് 499 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പ്ലാന്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ.